നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ AC കൂളിംഗ് കോയിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വാഹനത്തിൽ തണുപ്പുണ്ടാക്കുന്ന ഇവാപ്പറേറ്റർ അസംബ്ലി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കൂളിംഗ് കൂടും. ഇങ്ങനെ ഒരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജെയിൻ ജോയ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: MG ബ്രോ, എൻ്റെ കാർ 2010 മോഡൽ സ്വിഫ്റ്റ് ZXi ആണ്. കാർ എടുത്തിട്ട് കൂളിംഗ് കോയിൽ റീപ്ലേസ് ചെയ്തിട്ടില്ല. ന്യൂ കൂളിംഗ് കോയിൽ വെച്ചാൽ പുതിയ കാറിൽ കിട്ടുന്ന കൂളിംഗ് കിട്ടുമോ? പ്ലീസ് ആൻസർ മീ ബ്രോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു സംശയമാണ്. 2010 മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 14 വർഷമായൊരു വാഹനമാണത്. അപ്പോൾ ഈ 14 വർഷമായിട്ട് ഈ ഒരു കൂളിംഗ് കോയിൽ റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഇപ്പം തണുപ്പ് കുറവുണ്ടായിരിക്കും. അതിലാദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഈ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി നമ്മൾ ആദ്യം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇതിനകത്ത് പൊടിയുടെ അംശവും കാര്യങ്ങളൊക്കെ കയറിയിരുന്ന് നല്ല രീതിക്ക് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ തണുപ്പ് വരാതെ വരുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമാണ്, റേഡിയേറ്ററിൻ്റെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്ന ഈ കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാനിവിടെ ഫോട്ടോ ഇട്ടേക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി എന്ന് പറയുന്നത്. ഇതിനകത്തൂടെ കാറ്റ് കയറി പോകുമ്പോൾ ഇതിലുണ്ടാകുന്ന തണുപ്പിനെയാണ് വലിച്ച് നമ്മുടെ ക്യാബിനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഈ കാറ്റ് കയറി പോകാനുള്ളൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ പൊടിയെല്ലാം കയറി അടഞ്ഞു കഴിഞ്ഞ് ഈ ഫിൻസ് ക്ലോസ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനകത്തൂടെ കാറ്റ് കയറി വരത്തില്ല. അങ്ങനെ കാറ്റ് കയറി വരാതെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് വാഹനത്തിൻ്റെ കൂളിംഗ് കിട്ടാതെ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു കൂളിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കൂളിംഗ് കോയിൽ മാറിയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ പോട്ടെ. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, AC കൂളിംഗ് ശരിക്കും പറഞ്ഞാൽ കൂളിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി മാത്രമല്ല, ഇതിനകത്ത് കണ്ടൻസറിന് ഒരു വലിയ റോളുണ്ട്. അതായത് നമ്മുടെ കംപ്രസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ അല്ലെങ്കിൽ അതുപോലെ ഹീറ്റായിട്ട് വരുന്ന യൂണിറ്റ് ശരിക്കും നമ്മുടെ കണ്ടൻസറിലോട്ടാണ് വരുന്നത്. ഈ കണ്ടൻസർ ഇത് തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനാണ് കണ്ടൻസറിന് ഒരു ഫാനും കൂടെ അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ കണ്ടൻസറിനകത്തൂടെ കാറ്റ് കയറി പോകാൻ പറ്റാതെ വന്നാൽ, കണ്ടൻസറും ഫുള്ള് പൊടി കയറി അടഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൻസർ അഴിച്ച് ക്ലീൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു 4 വർഷം 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും AC കൂളിങ്ങിന് മടുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂളിംഗ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ AC അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ AC ക്ലീനിങ്ങിന് കൂളിംഗ് കോയിൽ മാത്രമല്ല ക്ലീൻ ചെയ്യേണ്ട, കൂളിംഗ് കോയിലും കണ്ടൻസറും രണ്ടും കൂടെ ക്ലീൻ ചെയ്താൽ മാത്രം ഈ പറഞ്ഞൊരു എഫിഷ്യൻസി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ കൂളിംഗ് കോയിൽ മാറുന്നതിന് മുമ്പായിട്ട് കണ്ടൻസറിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, അത് പൊടി കയറി അടഞ്ഞിട്ടുണ്ടോ, ഇൻ കേസ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം കൂളിംഗ് കോയിൽ കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേറെ കുഴപ്പങ്ങളില്ലെങ്കിൽ അങ്ങനെ പോകട്ടെ. ഇനി അതല്ല കൂളിംഗ് കോയിൽ നല്ല രീതിക്ക് ബ്ലോക്ക് ആണെങ്കിൽ, അതായത് ഇവാപ്പറേറ്റർ അസംബ്ലി നല്ല രീതിക്ക് ബ്ലോക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവാപ്പറേറ്റർ അസംബ്ലിയും കൂടെ മാറിവിടുക.